ചോരയിൽ കുളിച്ചു കിടക്കുന്ന രക്തസാക്ഷിയുടെ ചോര ഊറ്റിക്കുടിക്കുന്നവനായി സഖാവ് മാറി എന്നുള്ളതാണ് സഖാക്കൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണം. കഴിവുള്ള മന്ത്രിമാരെ അല്ലെങ്കിൽ മര്യാദയുള്ള മന്ത്രിമാരെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. മര്യാദ കെട്ടവരെയും കഴിവ് കെട്ടവരെയാണ് ജനങ്ങൾ തോൽപ്പിച്ചത്. 99 സീറ്റ് കൊടുത്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ, 21 കൊടുത്ത സർക്കാരിനെ 26 ഇത്ര ദയനീയമായി ജനങ്ങളുടെ വെറുപ്പ് നേടിക്കൊണ്ട് മൂലയ്ക്കിരുത്തുന്ന വിധത്തിലേക്ക് മാറാൻ ഈ സർക്കാരിനല്ലാതെ ഏത് സർക്കാരിന് കഴിയും? മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇതേ നയങ്ങൾ സ്വീകരിക്കാതെ കേന്ദ്രവുമായി യോജിച്ചു പോവുകയും കേന്ദ്ര പദ്ധതികൾ മാക്സിമം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി ഈ സംസ്ഥാനത്തിനുണ്ട്. ഇടതുമുന്നണിയുടെ തകർച്ചയാണ് വലതുമുന്നണി തകരുന്നതിനേക്കാൾ BJPക്ക് വളരെ നല്ലത്. കേരളത്തിൽ ഈ UDF സുനാമി നടക്കുമ്പോൾ, LDF വിരുദ്ധ തരംഗം നടക്കുമ്പോൾ 3 താമര വിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അത്ഭുതമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടതുമുന്നണിക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച 99 നിന്നും സ്കോർ ബോർഡിൽ ഇപ്പോൾ ശേഷിക്കുന്നത് 35 മാത്രം. വൻ വീഴ്ച. പിണറായിയും ടീമിനും നിലയുറപ്പിക്കുവാനാകുന്നതിനും അപ്പുറത്തേക്കായിരുന്നു UDF ഉയർത്തിവിട്ട കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ VD സതീശനും ടീമും 102 സീറ്റുകൾ നേടി നിയമസഭയിലെത്തിയിരിക്കുകയാണ്. ഒപ്പം ചേർത്ത് വയ്ക്കാൻ 3 താമരയും. നിയമസഭയിൽ ഇക്കുറി 3 പേർ BJP അംഗങ്ങളായി ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ രംഗത്തുണ്ടാകും. ഈ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് വിലയിരുത്തുകയാണ് ടോക്കിംഗ് പോയിന്റ്. ഇവിടെ നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും പറഞ്ഞു ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന്. പക്ഷേ ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. അവർ കൃത്യമായി വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു. അതാണ് ഈ സ്കോർ നമ്മോട് പറയുന്നത്, അല്ലേ? 102 എന്ന ആ സംഖ്യ അത് ഒരു കാരണവശാലും അവരെ കൺഫ്യൂഷനാക്കിയില്ല. അവർ വ്യക്തമായി തീരുമാനമെടുത്തിരുന്നു നേരത്തെ തന്നെ. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിധിയെഴുത്ത് വ്യക്തമായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം? നമുക്ക് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ഈ വിധിയെഴുത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന പാഠം എന്ത്? പാഠം 1 LDFന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്? LDFന് പഠിക്കേണ്ടത് മര്യാദയ്ക്ക് നിന്നാൽ മാനം രക്ഷിക്കാം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ്. മര്യാദ കെട്ട് സംസാരിക്കുന്ന മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLAമാർ, കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ വരെ ആയപ്പോൾ ഈ പാർട്ടിക്ക് ജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കേണ്ടി വന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രത്യേക തലത്തിലുള്ള സംസാരവും പ്രവൃത്തിയും, അല്ലേ? അതെ, അത് അവരെ തന്നെ തകർക്കും. അതെ. മലയാളി എന്ന് പറഞ്ഞാൽ മലയാളി തന്നെ ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ആളാണ്. അപ്പം മലയാളിയുടെ മുമ്പിൽ ഹെഡ് വെയിറ്റും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അടിച്ച് റൊട്ടിയാക്കും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ നോക്കുമ്പോൾ 1ാം പിണറായി സർക്കാരിൻ്റെ ഭരണം കഴിയുമ്പോൾ അവർ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വീണ്ടും അധികാരത്തിലെത്തുകയാണ്. 91 നിന്നും 99 അവർക്ക് ജനങ്ങൾ കൃത്യമായ മാൻഡേറ്റ് നൽകുകയാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ 2ാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ എന്തൊക്കെയോ അജണ്ടകൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വന്നതുപോലെയായിരുന്നു. പരിചയസമ്പന്നരായ മന്ത്രിമാരെ എല്ലാം തന്നെ മാറ്റി നിർത്തി തനിക്ക് വിധേയരാകുന്നവരെ അധികാര കസേരകളിൽ ഇരുത്തി ഒരു ഒറ്റയാൽ പോരാട്ടം നടത്തുകയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഒറ്റയാൻ മുന്നേറ്റം നടത്താനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ശ്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയാണ് ആദ്യത്തെ വീഴ്ച തുടങ്ങുന്നത്, അല്ലേ? അതെ, അത് എല്ലാ സർക്കാരുകളും അങ്ങനെയാണ്. ഒറ്റയാൻ ഇതൊരു ഭരണയന്ത്രമാണ്. ഭരണയന്ത്രം ഒരാൾക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റില്ല. മുഖ്യമന്ത്രി വേണം, മന്ത്രിമാർ വേണം, സെക്രട്ടറിമാർ വേണം, വകുപ്പ് തലവന്മാർ വേണം, ജില്ലാ ഓഫീസർമാർ വേണം, താഴെത്തട്ടിൽ ലോക്കൽ ഓഫീസർമാരും വേണം. വില്ലേജ് ഓഫീസർ വരെയുള്ളവരുടെ ഒരു ശൃംഖല ചേർന്നാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത്. ഈ ഭരണകൂടം ഒറ്റയ്ക്ക് വലിക്കാൻ പറ്റില്ല. അതെ, നിങ്ങളൊരു കാർ ഓടിക്കാനായിട്ട് കാറിൻ്റെ ഇഗ്നേഷൻ ഇടുമ്പോൾ
എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നെങ്കിൽ അതിന്റെ ആ സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി വീല് കറക്കേണ്ടി വരും. അതെ, അല്ല ഈ യന്ത്രം പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ചക്രങ്ങളും പ്രവർത്തിക്കണം. ചക്രം എത്തുന്നതിന് ഒരുപാട് പ്രോസസ് ഉണ്ട്. അതിന് ആക്സിൽ, മറ്റു സാധനങ്ങൾ, പിന്നെ നട്ട് ബോൾട്ട് എല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആൾക്ക് മാത്രമേ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ കഴിയൂ. അതെ, അല്ലെങ്കിൽ ഞാൻ മാത്രമാണെന്ന് വിചാരിച്ചാൽ ഈ വണ്ടി ഇടിച്ച് മറിഞ്ഞ് കൊക്കയിൽ ചെന്ന് ചാടും. അതെ, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ശ്രദ്ധ കൊണ്ടുപോകുന്നത്, ഇവിടെ തിരുത്തലിന് ശ്രമിച്ച ഒട്ടേറെ പേരുണ്ട് ഇടതുപക്ഷത്ത് തന്നെ. അതാണ് നല്ലൊരു സൂചന നമ്മൾ പാതി വഴിയിൽ വെച്ച് കണ്ടത്. പക്ഷേ തിരുത്തലിന് ശ്രമിച്ചവരെ അടിച്ചൊതുക്കാനാണ് ശ്രമിച്ചത്. ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവ്, എന്നും പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ആൾ, അദ്ദേഹം അധികാര ദുർമോഹി എന്ന് അവർ ആക്ഷേപിക്കുമ്പോഴും ഞാനൊരിക്കലും കണ്ടിട്ടില്ല അദ്ദേഹം അധികാര ദുർമോഹിയാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ. അദ്ദേഹം കൃത്യമായി തൻ്റെ പ്രതിഷേധം, തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഈ തിരഞ്ഞെടുപ്പ് വിനിയോഗിച്ചു. അത് മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുവാൻ പലപ്പോഴും ശ്രമമുണ്ടായപ്പോൾ താൻ സംസ്ഥാന സമിതിയിൽ തുടർന്നു കൊള്ളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ടേമിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തെക്കാൾ മുതിർന്ന മുഖ്യമന്ത്രി തുടർന്നും പാർട്ടിയെ നയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, സർക്കാരിനെ നയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്തവരെ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തുക. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ഒരു വർഷം തനിക്കിഷ്ടമില്ലാത്ത കുറേയേറെ ഫയലുകൾ തനിക്ക് മുന്നിലേക്ക് വന്നു, പ്രോപ്പർ ചാനലിലല്ലാതെ. അതിനെ അദ്ദേഹം എതിർത്തു. അപ്പോൾ പിന്നീട് ആ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 പ്രാവശ്യം വന്ന ഫയലുകൾ പിന്നീട് വന്നിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിന് മാറ്റി നിർത്താനുള്ള ശ്രമം നടന്നതെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നതാണ്, പാർട്ടിയിലെ കഴിവുള്ളവരെ മാറ്റി നിർത്തി. കഴിവുള്ളവരെ മാറ്റി നിർത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കൊണ്ടുവരുന്നത് അതിനേക്കാൾ കഴിവുള്ള ആളായിരിക്കും. നരേന്ദ്രമോദി പലരെയും മാറ്റി നിർത്താറുണ്ട്. ആ മാറ്റി നിർത്തുമ്പോൾ കൊണ്ടുവരുന്നത് അതിനേക്കാൾ മിടുക്കനായിരിക്കും. അപ്പോൾ പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു മാത്രമല്ല, അതിനേക്കാൾ വലിയ പെർഫോമൻസ് കാണിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളൊരാളെ മാറ്റുന്നതിൽ തെറ്റില്ല, പക്ഷേ മാറ്റിയാൽ അയാൾ മാറ്റുരയ്ക്കാൻ കഴിവുള്ള വേറൊരു വ്യക്തിത്വമായിരിക്കണം. അതെ, ഇനി ഞാൻ മൂന്നാമത്തെ വിഷയവും അങ്ങയുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. അതായത് ഒന്ന്, ഇത്തരത്തിൽ കഴിവുള്ളവരെ മാറ്റി നിർത്തുന്നു, പക്ഷേ കൊണ്ടുവരുന്നത് അതിനേക്കാൾ കഴിവുള്ളവരെ അല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കഴുതകളെ ആയിപ്പോയി എന്നുള്ളതാണ്. കഴിവുള്ളവരല്ല എന്ന് മാത്രമല്ല, ഒന്നാം തരം കഴുതകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ പരാജയത്തിൻ്റെ പിന്നിലുള്ള കാരണം. മന്ത്രിമാർ എത്രയാണ് അടർക്കളത്തിൽ പൊലിഞ്ഞു പോയത്? 13 മന്ത്രി. അതാണ്, ഇത് റെക്കോർഡാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ റെക്കോർഡാണ്. അടുത്ത കാര്യം, അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇവർ ഇത്തരത്തിൽ ശബ്ദമുയർത്തുന്നവരെയും മാറി നിൽക്കുന്നവരെയും വർഗവഞ്ചകർ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ, പാർട്ടിയുടെ യന്ത്രം തിരിക്കുന്നവരായിരുന്നു വർഗവഞ്ചകർ എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതായത് തളിപ്പറമ്പിലേക്കും പയ്യന്നൂരിലേക്കും ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പയ്യന്നൂർ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. പാർട്ടി രക്തസാക്ഷിയുടെ പേരിൽ നടത്തിയ ഫണ്ട് പിരിവിൽ തട്ടിപ്പ് നടത്തി അന്നുണ്ടായിരുന്ന MLA-ക്കെതിരെ ശക്തമായ ആരോപണം ആ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ഉയർത്തുന്നു. പക്ഷേ എതിർ ശബ്ദം ഉയർത്തുന്നയാളെ അടിച്ചമർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഫോറങ്ങളിൽ താൻ പല തവണ ഈ ഒരു വിഷയം ഉന്നയിച്ചു, പക്ഷേ അന്നൊക്കെ തന്നെ അവഗണിക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തെ അടിച്ചൊതുക്കി അദ്ദേഹത്തിന് പരസ്യമായി പറയേണ്ടി വന്നു. 2, തളിപ്പറമ്പിൽ അവിടെയാണ് വർഗവഞ്ചന നടന്നത്. വർഗവഞ്ചന എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ്. യഥാർത്ഥത്തിൽ അവിടെ വർഗവഞ്ചന നടത്തിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയല്ലേ. അദ്ദേഹം 3 തവണ മത്സരിച്ച് MLA ആയി. തുടർന്ന് ടേം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ സ്വന്തം ഭാര്യയെ കൊണ്ടുവരികയാണ്. അവിടെ കഴിവില്ലാത്ത മറ്റുള്ളവർ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കഴിവുള്ള മറ്റാരും ഇല്ല എങ്കിൽ കുഴപ്പമില്ല. അവിടെ കൊണ്ടുവന്നത് സ്വന്തം ഭാര്യയെ തന്നെ കൊണ്ടുവന്നു. അവിടെയും ശബ്ദമുയർത്തി പാർട്ടി പ്രവർത്തകരും നേതാക്കളും അവരെയൊക്കെ അടിച്ചൊതുക്കുന്നു, മാറ്റി നിർത്തുന്നു, അവരും പാർട്ടിക്കെതിരെ തിരിയുന്നു. ഇത് വലിയ ഒരു തിരിച്ചടി, ഏറ്റവും വലിയ തിരിച്ചടി തന്നെയല്ലേ ഇത്? പിന്നെ ഇത് ഇപ്പോൾ പാർട്ടി ഫണ്ട് തിരിമറി നടത്തുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. അതിന് പുറമെയാണ് രക്തസാക്ഷിക്ക് വേണ്ടി സൃഷ്ടിച്ച ഫണ്ട് എന്ന് പറഞ്ഞാൽ, ചോരയിൽ കുളിച്ചു കിടക്കുന്ന രക്തസാക്ഷിയുടെ ചോര ഊറ്റിക്കുടിക്കുന്നവനായി സഖാവ് മാറി എന്നുള്ളതാണ് സഖാക്കൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണം. മനസ്സിലായില്ലേ? വർഗവഞ്ചകരെന്ന് വിളിച്ചവരെ യഥാർത്ഥത്തിൽ വർഗവഞ്ചകർ ആരാണെന്നുള്ളത് വർഗം കാണിച്ചു കൊടുത്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ചില സമയങ്ങളിൽ എങ്ങനെയാണ്, നേതാക്കളെ അണികൾ തിരുത്തും. പക്ഷേ അണികൾ തിരുത്തിയാൽ അത് കാട് കയറിയ തിരുത്തലായി പോകും. അത് ശ്രീലങ്കയിലൊക്കെ സംഭവിച്ച പോലെയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങി നേതാക്കളെ തിരുത്തുന്ന ഒരവസ്ഥ. പ്രസിഡന്റിൻ്റെ ഓഫീസിലൊക്കെ ഇടിച്ച് കയറി അവിടെ കസേര കയറി ഇരിക്കുക, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഏതാണ്ട് ഒരു ഇടിച്ച് നിരത്തൽ. പാർട്ടി ഇതുവരെ തോറ്റിട്ടില്ല. ഇന്ന് കുഞ്ഞികൃഷ്ണൻ രാവിലെ പറഞ്ഞത്, ഞാൻ ജയിക്കാനൊന്നുമല്ല മത്സരിക്കുന്നത്, ഞാൻ മത്സരിക്കുന്നത്
എതിർപ്പറിയിക്കാൻ നിലപാട് വ്യക്തമാക്കാൻ ധർമ്മത്തിന്റെ ശക്തി തെളിയിക്കാൻ എതിർപ്പറിയിക്കാനാണ് ഞാൻ മത്സരിക്കുന്നത്. അല്ല, അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല ജയിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ആ വർഗം ഒന്നിച്ചു വന്ന് രക്ഷിച്ചു. അവിടെയാണ് നമ്മൾ വ്യത്യാസം കാണേണ്ടത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അപ്പോൾ ഈ പാർട്ടിക്കകത്ത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയെ എനിക്ക് പകരം ഭാര്യ, പിന്നീട് ഭാര്യയ്ക്ക് പകരം ഞാൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയില്ലെങ്കിൽ മക്കൾ, ഈ രീതിയിലേക്ക് പോയപ്പോൾ ഈ പാർട്ടിയെ ഒരു ഫാമിലി എൻറ്റിറ്റിയായി മാറ്റുന്ന സാഹചര്യം വന്നപ്പോൾ ഇത് പൊതുസ്വത്തല്ല എന്ന് വർഗങ്ങൾക്ക് തോന്നി, വർഗവിഭാഗങ്ങൾക്ക് തോന്നി, ബഹുജനങ്ങൾക്ക് തോന്നി. അവിടെയാണ് അടിപറ്റിയത്. ഏതായാലും അതൊരു നല്ലൊരു കറക്റ്റീവ് സ്റ്റെപ്പാണ് പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചതെന്ന് തോന്നുന്നു. അവരാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ നമ്മുടെ വീട് ഇടിഞ്ഞു വീഴാനായി നിൽക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ഇത് തലയിൽ വീഴുക എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഇടിച്ചങ്ങ് നിരത്തും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും തോന്നുന്നു തലയിൽ കൂടെ വീഴുന്നത്. ആ വിപത്ത് ഒഴിവാക്കാനായിട്ട്, ഒരു വലിയ വിപത്ത് ഒഴിവാക്കാൻ, കുറേ സഖാക്കളെയെങ്കിലും രക്ഷിക്കാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വീടിടിച്ച് നിരത്തിയതാണ് നമ്മൾ കണ്ടത്. ഇത് പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. കാരണം ഇത് ഇടിച്ചു തകർത്താൽ പോരല്ലോ, ഇത് പുനഃസൃഷ്ടിക്കണ്ടേ. ആ പുനഃസൃഷ്ടിക്കാൻ ഇന്ന് പാർട്ടിയിൽ ആരുണ്ട് എന്നുള്ളതാണ് വേറൊരു ചോദ്യം. ശരിയാണ്. ഇത് പിന്നെ താത്വിക ആചാര്യനായ ഗോവിന്ദ മാഷക്ക് കഴിയുമോ? അതിനേക്കാൾ വലിയ താത്വികാചാര്യനായ MA ബേബിക്ക് കഴിയുമോ? അതിനേക്കാൾ വലിയ താത്വികനായിട്ട് ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്ന നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് കഴിയുമോ? പിന്നെ എനിക്ക് തോന്നുന്നു സാർ, ഇവർക്കൊക്കെ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ MV ഗോവിന്ദൻ ഒക്കെ കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട്, അത് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുമെന്നും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ചില വിമർശകരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റം ഫെയില്യുവർ ഇവിടെ പാർട്ടിയിൽ വന്നു. സർക്കാരിൽ സിസ്റ്റം ഫെയില്യുവർ വരുന്നത് പാർട്ടിയിലും വന്നു. സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി, LC സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, ഇതൊരു ചെയിനായി ഒരു എൻജിൻ പോലെ പ്രവർത്തിക്കണം. ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറിയേക്കാൾ കഴിവുള്ളവർ ബ്രാഞ്ചിലിരിക്കുന്നു. അപ്പം അവർക്ക് പല ബുദ്ധിമുട്ടുകളാണ്. കാരണം അറിഞ്ഞുകൂടാത്തവൻ അറിയാവുന്ന പോലെ കാര്യം പറയുകയാണ്. അപ്പം ഇവർക്ക് തിരുത്താനും പറ്റുന്നില്ല, പാർട്ടിയുടെ അച്ചടക്കം വെച്ചിട്ട് ഇവർക്ക് പലതും ചെയ്യാനും പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഏരിയയിലും ജില്ലയിലും ഒക്കെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ അവർക്ക് കിട്ടി. 2-3 പാഠങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നോക്കുമ്പോൾ മന്ത്രിമാരെ കുറിച്ച് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു. മന്ത്രിമാർക്ക് കിട്ടിയ തിരിച്ചടി അത് തക്കതായ തിരിച്ചടിയാണ് എന്ന് തന്നെയാണോ അങ്ങ് കരുതുന്നത്? അല്ലെങ്കിൽ CPI മന്ത്രിമാർക്ക് എന്തുകൊണ്ട് വലിയ തിരിച്ചടി ഉണ്ടായില്ല? മന്ത്രി രാജന് തിരിച്ചടി വന്നില്ല, GR അനിലിന് തിരിച്ചടി വന്നില്ല. അങ്ങനെ പല കഴിവുള്ള മന്ത്രിമാരെ അല്ലെങ്കിൽ മര്യാദയുള്ള മന്ത്രിമാരെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. മര്യാദ കെട്ടവരെയും കഴിവ് കെട്ടവരെയാണ് ജനങ്ങൾ തോൽപ്പിച്ചത്. കാരണം കേരളം എന്ന ഒരു സംസ്ഥാനം തകരാൻ പോകുന്നു, നമുക്കിനി ഇത് നമ്മുടെ തലമുറയ്ക്ക് പോലും ഇതിവിടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിലായി എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലേക്ക് ഇത് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ജനം എല്ലാം മറന്ന് വോട്ട് ചെയ്തത്. ഇത് എല്ലാം മറന്നൊരോട്ടാണ്, ഇതൊരു സുനാമിയാണ്. ഇതൊരു രാഷ്ട്രീയ സുനാമിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഈ തകർച്ച. കാരണം 100 വോട്ടിന് ഒക്കെ ജയിക്കുക എന്ന് പറയുന്നത്, അത് 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ 100-ലധികം വോട്ടുകൾ നേടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. 2000-ൽ നേടിയത് വലിയൊരു അസാധ്യമായ കാര്യമായിരുന്നു. അതിനേക്കാൾ പിന്നെ നേടിയത് 1977-ൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അച്യുതമേനോൻ്റെ സദ്ഭരണം കൊണ്ടുവന്ന ഒരു 121 സീറ്റാണ്. ഇതേ 2 ചരിത്രമേ ഉള്ളൂ. ഇപ്പം 3ാമത് ഒരു ചരിത്രമുണ്ടാക്കിയത് ഈ സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും കൂടെ കൂടിയ മറ്റ് മന്ത്രിമാരും ചേർന്നാണ്. അഹങ്കാരത്തിന് ഒരു പരിധിയുണ്ട് എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അത്രയേറെ അഹങ്കാരം സംഭവിച്ചിരുന്നോ ഈ സർക്കാരിന്? സംശയം എന്താ? അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് 3മാണ് സഖാക്കൾ എപ്പോഴും പറയുന്ന കാര്യം. SFIയുടെ മുതലുള്ള മുദ്രാവാക്യമാണ്. ഇതിൽ സ്വാതന്ത്ര്യം എവിടെ ഉണ്ടായിരുന്നു? ആർക്കെങ്കിലും നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ G. സുധാകരനെ പറ്റിയ അവസ്ഥ അറിയാമല്ലോ, TK ഗോവിന്ദനെ പറ്റിയ അവസ്ഥ അറിയാമല്ലോ. ഇവരെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഒരുപക്ഷെ ധർമ്മടത്ത് നടന്ന ഇലക്ഷൻ ക്യാമ്പയിനേക്കാൾ വലിയ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നത് G. സുധാകരൻ്റെയും TK ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയും മണ്ഡലത്തിലായിരുന്നു. തോൽപ്പിക്കാനായിട്ട്, മനസ്സിലായില്ലേ? തിരുത്തുന്നവനെ തോൽപ്പിക്കാൻ, തിരുത്തുന്നവനെ തുരത്താനായി നടന്ന ഒരു പോരാട്ടമാണ് നമ്മൾ കണ്ടത്. ശരിയാണ്, അത് കറക്റ്റ്. അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അവിടെ എനിക്ക് തോന്നുന്നു വയലത്ത് പണിക്ക് പാടത്തെ പണിക്ക് വരമ്പത്ത് തന്നെ കൂലി കൊടുത്തത് നമ്മുടെ ജനങ്ങളാണ്.
ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ മന്ത്രിമാരിൽ നോക്കുമ്പോൾ ഏറെ ആരോപണ വിധേയമായി അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയമായിട്ടുള്ള മന്ത്രി ആരോഗ്യമന്ത്രിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി തോറ്റു. അപ്പം സജി ചെറിയാനും ഏറെ വിമർശനം കേട്ടിട്ടുള്ള ആളാണ്, പക്ഷേ അദ്ദേഹം ജയിച്ച് കയറിയിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ മന്ത്രിമാരുടെ കഥയും നമുക്ക് മുന്നിൽ ഉണ്ട്. അതൊന്ന് ഞാനിത് മുമ്പേ പറഞ്ഞതാണ്, മന്ത്രിമാരിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള 3 മന്ത്രിമാർ. ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ടാമത്തേത് മുഹമ്മദ് റിയാസ്, മൂന്നാമത്തേത് ചെങ്ങന്നൂർ ശശി ചെറിയാൻ. ബാക്കി പലരുടെയും കാര്യം കഷ്ടത്തിലാകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഏതാണ്ട് അതുപോലെ തന്നെ. പിന്നെ CPI മന്ത്രിമാരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ CPM-ന്റെ മന്ത്രിമാരുടെ കാര്യം ഉദ്ദേശിച്ചു. VP അബ്ദുൾ റഷീദ് എന്ന UDF സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചു. 7 റൗണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ലീഡ് എടുക്കാൻ. അത്രയും ശക്തമായ ഒരു മത്സരം സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്ന് വെച്ചാൽ അവിടെയും കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണോ? അവിടെ സഖാക്കൾ പണി കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ 3 സൈഡ് മറച്ച ഒരു മറ കൊടുത്തത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ഈ മറയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ 99 സീറ്റുമായിട്ട് ഇടതുമുന്നണി വന്നേനെ. കാരണം വിരട്ടിയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഈ വിരട്ട് നടക്കാതെ വന്നു. കാരണം അവിടെ കുത്തുന്ന ആർക്കെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് 102 സീറ്റിൽ, അല്ലെങ്കിൽ ഇനി എത്രയാ ഫൈനൽ വന്നിട്ടില്ല, വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതിലേക്ക് UDF-നെ എത്തിച്ചത്. ഓക്കെ, നമ്മൾ പയ്യന്നൂരിലെ കാര്യം പറഞ്ഞു, തളിപ്പറമ്പിലെ കാര്യം പറഞ്ഞു, അമ്പലപ്പുഴയിലെ കാര്യവും പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിജയം കൂടിയായി വടകരയിലെ വിജയം KK രമയ്ക്ക്. കാരണം ഇന്ന് TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മ ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണെന്ന്. അന്ന് തന്നെ KK രമയ്ക്ക് ഒരു ഉജ്ജ്വല വിജയം നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു കാവ്യനീതിയാണ്. അതോടൊപ്പം മറ്റൊന്നും കൂടെ സംഭവിച്ചു. തലശ്ശേരിയിൽ കാരായി രാജൻ ജയിച്ച് അസംബ്ലിയിൽ വരികയും കൂടി ചെയ്യുകയാണ്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ചിലപ്പോൾ പ്രതിപക്ഷത്ത് കാരായി രാജൻ ഇരിക്കുകയും ഭരണപക്ഷത്ത് രമ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. രമ ഒരുപക്ഷെ മന്ത്രിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതെ, ആ ഒരു കാവ്യനീതി രമയ്ക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും. പക്ഷേ അത് ദൈവം ചിലപ്പോൾ കൊടുത്തതായിരിക്കും. ഓക്കെ, ഇത് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് ലഭിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയാതെ പോകരുത്. ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി ഇല്ലാത്തൊരു നാളുകളാണ് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് 70 ഇത്രയും സംസ്ഥാനങ്ങളുണ്ടായിട്ടും ഈ ഇത്രയും പതിറ്റാണ്ടുകൾക്കിടയിൽ ഒരു സംസ്ഥാനത്ത് പോലും മുഖ്യമന്ത്രി ഇല്ലാതാകുന്ന അവസ്ഥ ആദ്യമായിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ നൽകിയ പാർട്ടി, AK ഗോപാൽ പ്രതിപക്ഷ നേതാവിനെ നൽകിയ പാർട്ടിയാണ്. കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയെ നൽകിയ പാർട്ടിയാണ്. ഇന്ന് നിയമസഭയുടെ ഒരു മൂലയിൽ ഒതുങ്ങുന്ന വിധത്തിൽ എത്തിയിരിക്കുന്നത്. പിണറായി വിജയന് അല്ലെങ്കിൽ മറ്റൊരു പ്രതിപക്ഷ നേതാവിനെ പോലും എടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് എന്നുള്ളത്. തലയെടുപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഈ 35 എണ്ണത്തിൽ ഇല്ല എന്ന് പറയാം, പിണറായി വിജയൻ ഒഴിച്ച്. ആ അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇത് പണ്ട് EMS-നോട് മന്ത്രിസഭ പിരിച്ചുവിട്ടപ്പം, ഇവിടുത്തെ 57 മന്ത്രിസഭ പിരിച്ചുവിട്ടപ്പോൾ EMS ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് റൈറ്റാണ് ഇത് ചെയ്യാൻ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത്ര കുറച്ച് സമയം കൊണ്ട് ഇത്ര അധികം ജനങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ, അവരെ നിങ്ങളുടെ ശത്രുവാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഞാൻ അതിശയിക്കുന്നത് എന്നാണ് മറുപടി പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 99 സീറ്റ് കൊടുത്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ, 21 കൊടുത്ത സർക്കാരിനെ 26 ഇത്ര ദയനീയമായി ജനങ്ങളുടെ വെറുപ്പ് നേടിക്കൊണ്ട് മൂലയ്ക്കിരുത്തുന്ന വിധത്തിലേക്ക് മാറാൻ ഈ സർക്കാരിനല്ലാതെ ഏത് സർക്കാരിന് കഴിയും എന്ന് നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ. ഓക്കെ, ഇനി നമ്മൾ UDF-ലേക്ക് പോകേണ്ടതുണ്ട്. UDF-ൻ്റെ സമയമാണിനി. അവർ 102 സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തുന്നത്. ഉജ്ജ്വലമായ പ്രകടനം, വളരെ ശക്തമായ ഒരു കാറ്റ് അവർക്ക് അനുകൂലമായി വീശുന്നു കേരളത്തിൽ എന്ന് ഇതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും ഇല്ല. 2 ദിവസത്തിനകം മുഖ്യമന്ത്രി തീരുമാനിക്കും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ, സാമ്പത്തിക ആസൂത്രണത്തിലൂടെ കേരളത്തെ മടക്കിക്കൊണ്ടുവരും എന്നും VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ VD സതീശൻ എന്ന നേതാവിൻ്റെ ആ ഒരു കൃത്യമായ കാഴ്ചപ്പാട് അത് നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അതായത് ആദ്യമായി 100+ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നണി പോലും സംശയം പ്രകടിപ്പിച്ച് 85 എന്ന ഒരു പ്രതീക്ഷാ സംഖ്യ പറഞ്ഞപ്പോൾ അപ്പോഴും അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറഞ്ഞു 100-100-ലധികം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസവും പറഞ്ഞു 100-ലധികം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും
കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. കൃത്യമായ ഒരു റീഡിംഗ് നടത്തുവാൻ. നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു, ചില കായിക താരങ്ങളൊക്കെ മത്സരം ശരിക്കും റീഡ് ചെയ്യാൻ സാധിക്കുന്ന താരങ്ങളുണ്ട്. അവരാണ് ഗതി നിർണ്ണയിക്കുന്നത്, അവരാണ് യഥാർത്ഥ ക്യാപ്റ്റന്മാരെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ വി ഡി സതീശൻ നല്ലൊരു ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും ശരിക്ക് റീഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം അദ്ദേഹം ജയിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ 100 സീറ്റ് ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് പിടിച്ചു. അതൊരു നേതാവിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ആദ്യം ഒരു നേതാവിന് വേണ്ടത് ആത്മവിശ്വാസമാണ്, കറക്റ്റ്, ശുഭാപ്തി വിശ്വാസമാണ്. ഈ രണ്ട് കാര്യങ്ങൾ വി ഡി സതീശനിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ട ഒരു വലിയ കാര്യം. ഇനിയിപ്പോൾ യു ഡി എഫിന് മുന്നിൽ വലിയ കടമ്പകൾ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞതുപോലെ സാമ്പത്തിക രംഗമാകെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിയായ ആസൂത്രണത്തിലൂടെ തിരികെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്ര എളുപ്പമാണോ ഈ നമ്മുടെ സംസ്ഥാനത്തെ വീണ്ടും ശക്തമായ രീതിയിലേക്ക് പടുത്തുയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്? ഒപ്പം തന്നെ സർക്കാർ രൂപീകരണമുണ്ട്. മുന്നണി നമുക്കറിയാം UDF ആണ്. അവിടെ ഒരു സർക്കാരിനെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ആര് മുന്നോട്ട് നയിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ തീർച്ചയായിട്ടും 10 വർഷത്തിന് ശേഷം അധികാരം ലഭിക്കുമ്പോൾ അവർ അത് അതിജീവിക്കണം എന്നുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടാകും. തീർച്ചയായിട്ടും അത്തരം ഇച്ഛാശക്തി ഇല്ലെങ്കിൽ അവർക്ക് അടുത്ത് വരുന്ന 29-ലോ അല്ലെങ്കിൽ 30-ലോ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതേപോലെ ഒരു മുട്ടിടിക്കേണ്ട അവസ്ഥ വരും. കേരളം അനിശ്ചിതാവസ്ഥയിലെത്തിയിരിക്കുന്നു, കേരളം അരിശ്ചിതാവസ്ഥയിലെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഖജനാവ് അടക്കം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ പൂച്ച വെറ്റുകിടക്കുന്ന ഖജനാവിൽ പൂച്ചയെ എടുത്ത് മാറ്റിയിട്ട് അവിടെ പണം നിറയ്ക്കുന്ന ജോലി അദ്ദേഹത്തിനാണ്. അത് വളരെ ശ്രമകരമായ ജോലിയാണ്. ആദ്യം ഈ നമ്മുടെ കേരളത്തിനകത്തൊരു ഓർഡർ വരുത്തുക. ഇന്ന് അലങ്കോലമായി എങ്ങനെയും പണം ധൂർത്തടിക്കാം എന്ന് വിചാരിക്കുന്ന കുറേ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് ശുദ്ധമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞാൽ ജില്ലാ ഓഫീസുകൾ ശുദ്ധമാക്കുക, വകുപ്പുകളുടെ തലവന്മാർ അതിന് പറ്റിയ ആളുകൾ ഉണ്ടാവുക. എന്നിട്ടൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയോട് കൂടി മുഖ്യമന്ത്രി തന്നെ പറയേണ്ടിയിരിക്കുന്നു, എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഖജനാവിൽ കിടക്കുന്ന പൂച്ചയെ അവിടുന്ന് ഓടിക്കുക എന്നുള്ളതാണെന്ന് പറയേണ്ടിയിരിക്കും. കറക്റ്റ്. അതുപോലെ തന്നെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ശരിയായ പോസ്റ്റുകളിൽ നിയോഗിക്കുക, അവരുടെ സസ്പെൻഷനൊക്കെ തന്നെ പിൻവലിച്ചിട്ട് അവരെ, ഞാൻ ഡോക്ടർ ബി അശോകിൻ്റെയും പ്രശാന്ത് IASൻ്റെയും ഒക്കെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിതിന് മുമ്പ് പറഞ്ഞില്ലേ, ഞാനിത് 1 വർഷം മുമ്പേ പറഞ്ഞതാണ്. പാർട്ടി ഗ്രാമമാക്കി സെക്രട്ടേറിയറ്റിനെ മാറ്റിയിരിക്കുന്നു, വകുപ്പുകളെ മാറ്റിയിരിക്കുന്നു, വില്ലേജ് ഓഫീസുകളെ വരെ മാറ്റിയിരിക്കുന്നു, ജില്ലാ ഓഫീസുകളെയും വില്ലേജ് ഓഫീസുകളെയും വരെ മാറ്റിയിരിക്കുന്നു. അതിൽ നിന്ന് പാർട്ടി ഗ്രാമമാക്കിയിരിക്കുന്ന ആ സെൽഭരണ രീതി, അതായത് 1957 ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെൽഭരണമാണ്. അതിന് സമാനമായ, അതിനേക്കാൾ ഭീതിജനകമായ ഒരു സെൽഭരണമാണ് ഇന്ന് പാർട്ടി ഭരണമാണ് നടന്നിരുന്നത്. പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കുക, IASകാർക്കിടയിൽ പാർട്ടി ഗ്രാമം സൃഷ്ടിക്കുക, ആ ഗ്രാമത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ പുകച്ച് പുറത്ത് ചാടിക്കുക. അതാണ് താങ്കൾ പറഞ്ഞ ഡോക്ടർ ബി അശോകിൻ്റെ അടക്കമുള്ളവർക്ക് വന്നിട്ടില്ല. IPSനകത്ത് ഉൾക്കൊള്ളാൻ, ആ പാർട്ടി ഗ്രാമത്തിനകത്ത് നിൽക്കാത്തവനെ വെട്ടിയൊതുക്കുക അല്ലെങ്കിൽ തട്ടി ദൂരെ കളയുക. എന്നിട്ട് അവർക്ക് കേന്ദ്രത്തിൽ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതുപോലും നശിപ്പിക്കാനായിട്ട് അവൻ്റെ പുറകെ നടക്കുക. അത് ക്രൂരമായൊരു പ്രവൃത്തിയാണ്. പോട്ടെ, ഇയാൾ എവിടെ പോയി തൊലയട്ടെ, സെൻട്രലിൽ പോകുന്നെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ആയിക്കോ എന്ന് പറയുന്നതിന് പകരം അയാളെ പുറകെ നടന്ന് സെൻട്രലിൽ പോലും ഒരു പോസ്റ്റിംഗ് നല്ലത് കിട്ടാൻ അവസരം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുക. നമുക്കറിയാം, ഈ സർവകലാശാല വിഷയത്തിൽ, ഗവർണറുമായിട്ടുള്ള വിഷയത്തിൽ അവിടെ ഏറെ ദുരിതം അനുഭവിച്ച ടെസ തോമസ്, ഡോക്ടർ ടെസ. അതെ, ടെസ തോമസ് മാത്രമല്ല, നമ്മുടെ DGPമാർ, എത്ര DGPമാർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ വന്നത്? അതെ, അവർക്കെല്ലാം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവരൊരിക്കലും മറക്കുകയില്ല, പൊറുക്കുകയില്ല. താഴെ വരുന്നവരും ഇത് മറക്കുകയും പൊറുക്കുകയുമില്ല. ഇത് ആശ്രിത വത്സരരായിട്ട് നിൽക്കുന്ന മൂളികളായ കുറേ കൊള്ളസംഘ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഭരണം നടത്തിയതിൻ്റെ ഒരപാകതയാണ് ഈ ഖജനാവ് ഈ വിധത്തിലായത്. ഇത് നേരെയാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല ഓർഡർ ആദ്യം ഇത് ഉണ്ടാക്കണം. അത് ആരാണോ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വി ഡി സതീശൻ തന്നെ വരാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആ കാര്യത്തിൽ ജനങ്ങളെ വെറുപ്പിക്കാത്തൊരു തീരുമാനം എടുക്കണം, അല്ലേ? തീർച്ചയായിട്ടും അത് അവർ കൈക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട്. പിന്നെ ഈ വിവരം കെട്ട ആദർശം, അതായത്
കേന്ദ്രത്തിനെ ഞങ്ങൾ എതിർക്കും മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പരിപാടികൾ അവസാനിപ്പിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ മാക്സിമം കേരളത്തിൽ കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. അതെ, PM ശ്രീ അങ്ങനെയാണ് മറ്റേത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നതാണ് പിന്നെ CPI പോലുള്ള സംഘടനകൾ ഇതിന് ഇവരെ വെള്ളത്തിലാക്കിയ ഒരു കാര്യം. ഓക്കെ, അത് അത് ശത്രുക്കൾ ഉണ്ടാക്കാനാണ് ഉപകരിച്ചത്. മുസ്ലിങ്ങൾക്ക് അടക്കമുള്ളവർക്ക് പ്രശ്നങ്ങൾ. ഇനിയും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇതേ നയങ്ങൾ സ്വീകരിക്കാതെ കേന്ദ്രവുമായി യോജിച്ചു പോവുകയും കേന്ദ്ര പദ്ധതികൾ മാക്സിമം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി ഈ സംസ്ഥാനത്തിനുണ്ട്. ഇത് നമ്മൾ മത്സരിക്കാനല്ല പോകേണ്ടത്. അതെ, കേന്ദ്ര സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോർത്ത് ഇന്ത്യ അടക്കം ഇപ്പോൾ ഏതാണ്ട് തമിഴ്നാടടക്കം അവർ പിടിച്ചടക്കിയെന്ന് വേണം, ബംഗാൾ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു അതെ, തമിഴ്നാടും പിടിച്ചടക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം TVK ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, അവിടെ NDAയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതവർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ 39 സീറ്റുള്ള ആ സംസ്ഥാനം അടക്കം പിടിച്ചടക്കിയിരിക്കുമ്പോൾ കൊച്ചു കേരളം എന്തിനാണ് കേന്ദ്രവുമായിട്ട് ഇത്ര വലിയ അടി ഉണ്ടാക്കുന്നത്? കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് പ്രവർത്തിക്കാനാണെന്നുള്ള സത്യം മനസ്സിലാക്കാതിരുന്നാൽ പിണറായി സർക്കാരിന് വന്നതിനേക്കാൾ വലിയ ദുരന്തം ഈ സർക്കാരിനുണ്ടാകാൻ പോവുകയാണ്. ഓക്കെ, മറ്റൊന്ന്, ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അങ്ങ് ഇടയ്ക്ക് സൂചിപ്പിച്ചു. മുസ്ലിം ലീഗിൻ്റെ നിലപാട് വളരെ വളരെ നിർണായകമായിരിക്കും. മുസ്ലിം ലീഗ് വളരെ പക്വമായ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ജാതിയും മതവും പറഞ്ഞ് എന്തും പറയുന്ന നേതാക്കളെ കെട്ടഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അതും വലിയ രീതിയിൽ തിരിച്ചടി നൽകും. തിരിച്ചടി വേറൊന്നുമില്ല, ഇവിടെ BJP കൊടി കുത്തി വളരും. അതാണ് സംഭവിക്കാൻ പോവുക. ഇവർക്ക് BJPക്ക് അതൊരു പക്ഷേ ഗുണമായി വരും അങ്ങനെ സംഭവിച്ചാൽ. ഓക്കെ, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലീഗിലെ പക്വമതികൾ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. പണ്ട് 6ാം മന്ത്രി വേണം, 5ാം മന്ത്രി വേണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ 6ാം മന്ത്രിയും പറയുന്നില്ല, ഉപമുഖ്യമന്ത്രിയും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കറിയാം അതിൻ്റെ വിപത്ത് പച്ചക്കൊടി ചിലപ്പോൾ അവിടെ കാവിക്കൊടി പറക്കുന്ന അവസ്ഥയിലേക്ക് വരാം. ഓക്കെ, അതാണൊന്ന്. ഇനി നമ്മൾ BJP ക്യാമ്പിലേക്ക് പോകാൻ തോന്നുന്നു. BJP ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണിപ്പോൾ. 3 സീറ്റ് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതെ, നേമത്ത് പണ്ട് താമര വിരിഞ്ഞു, പക്ഷേ അതിന് അന്ത്യം കുറിക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. എന്നാൽ ആ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നേമത്ത് തന്നെ താമര വിരിയിച്ചു. അതിനുശേഷം കഴക്കൂട്ടത്തും വിരിഞ്ഞു താമര. ഒപ്പം ചാത്തന്നൂരിൽ ആരും പ്രതീക്ഷിക്കാത്ത ചാത്തന്നൂരിൽ ഒരു സർപ്രൈസ് താമരയും വിരിഞ്ഞിരിക്കുകയാണ്. തെക്കോട്ടൊരു ചൊല്ലുണ്ട്, ഒന്നൊത്തില്ലെങ്കിൽ മൂന്നൊന്ന്. അപ്പോൾ ഒരു താമര പിന്നെ 2021 വിരിഞ്ഞില്ല, അപ്പോൾ 26 3 താമര വിരിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഒന്നൊത്തില്ലെങ്കിൽ 3. ഇത് 3 ചിലപ്പോൾ 30 ആകാനുള്ള സാഹചര്യം ഇന്ന് ആ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പാർട്ടി എങ്ങനെ ഇത് ഉപയോഗിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ വലിയൊരു സ്പേസ് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു മുന്നണി തകർന്നാലേ BJPക്ക് വളരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മുന്നണി തകർന്ന് ഏതാണ്ടൊരു മൂലയ്ക്കിരിക്കുന്ന പ്രസ്ഥാനമായി വന്നിരിക്കുന്നു. ഇടതുമുന്നണി തകർന്നിരിക്കുന്നു. ഇടതുമുന്നണിയുടെ തകർച്ചയാണ് വലതുമുന്നണി തകരുന്നതിനേക്കാൾ BJPക്ക് വളരാൻ നല്ലത്. കാരണം ഹിന്ദുക്കൾ കൂടുതൽ ഉള്ളത് ആ മുന്നണിയിലാണ്. അവരിൽ CPM-ലും CPI-ലും ഒക്കെയാണ്, LDF-ലാണ്. അവരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ തന്നെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 30ഓളം മണ്ഡലങ്ങളിൽ ഞാനിപ്പോൾ അതിൻ്റെ കണക്കെടുത്തിട്ടില്ല, കണക്കെടുക്കാതെ ഞാൻ പറയുന്നു, 30ഓളം മണ്ഡലങ്ങളിൽ BJP കൺസിഡറബിളായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തും 2ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. ഒരല്പം കണക്കൂട്ടിൽ തെറ്റിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് 5 സീറ്റ് പിടിക്കാമായിരുന്നു. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രനോ ആണ് മത്സരിച്ചതെങ്കിൽ വട്ടിയൂർക്കാവും അവർക്ക് കിട്ടിയത്. അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം പ്രശാന്തും മുരളീധരനും തമ്മിൽ അവരങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് മുരളീധരൻ അറിയാം. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ശ്രീജയ്ക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കെ മുരളീധരനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജയിക്കേണ്ട ഒരു കാൻഡിഡേറ്റ് ആണ്, പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ജയിക്കേണ്ട കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ കെ മുരളീധരനാണെന്ന് ഞാൻ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഏത് സാഹചര്യം എടുത്താൽ, പാരമ്പര്യം എടുത്താൽ, കഴിവെടുത്താൽ, പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഭരണത്തിൽ എല്ലാ മെഷീനറിയും സംഘടിപ്പിച്ചു കൊണ്ടുപോകാനുള്ള പക്വതയും പാകതയും വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കെ മുരളീധരനേക്കാൾ മികച്ചൊരു മുഖ്യമന്ത്രിയില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നില്ല എന്ന വിധത്തിലേക്ക് അദ്ദേഹം പക്വമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ
ഈ കോൺഗ്രസ്സോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംവിധാനമോ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി പദം വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത്രയ്ക്ക് കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അതെ, അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവിൽ യാതൊരു സംശയവും കേരളത്തിനില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജനത അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുവെങ്കിൽ ആ കഴിവിൻ്റെ മാനദണ്ഡം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തിൻ്റെ മാളയാണ് വട്ടിയൂർക്കാവ്. കരുണാകരന് മാള എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് മുരളീധരൻ വട്ടിയൂർക്കാവ്. ആ ബന്ധങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും കുതികാൽ വെട്ടിയിട്ടും വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് കുതികാൽ വിട്ട് വീണിട്ടുണ്ട്. അതെ, അത് അദ്ദേഹത്തിന് അറിയാം. അത് അവിടുത്തെ ആൾക്കാരുമായി ബന്ധപ്പെടുന്ന റെസിഡൻസ് സൊല്യൂഷനുമായി ബന്ധപ്പെടുന്ന എനിക്കും അറിയാം. അത് ശരി, കുതികാൽ വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ചില്ല എന്ന് പറഞ്ഞ് നിന്ന് അവസാനം രക്ഷപ്പെട്ടത്. 6000-നടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. അതെ, അത് അത്തരത്തിൽ നിൽക്കുകയാണ്. അതുപോലെ ടി എൻ പ്രതാപൻ്റെ തോൽവി, അതും ഒരു ചർച്ചയാകേണ്ട വിഷയം തന്നെയാണെന്ന് തോന്നുന്നു. ടി എൻ പ്രതാപനും തോറ്റുപോയി മുന്നണി ജയിച്ച് കയറിയപ്പോൾ. അതെ, ഇതെല്ലാം ചില കാവ്യനീതികളുണ്ട്, അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ശ്രീ മുരളീധരന് തൃശ്ശൂർ വന്ന പരാജയത്തിൻ്റെ ഒരു അല്പം ടി എൻ പ്രതാപനിൽ ഉണ്ട്, പങ്കുണ്ട്. ഇത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് നമ്മൾ പറയില്ലേ, അത് കിട്ടും. അതുപോലെ തോറ്റവരിൽ ചിലരുടെ കാര്യം കൂടി നമുക്ക് നോക്കണം. കെ ശൈലജ ടീച്ചറെ തോൽക്കാൻ വേണ്ടി കൊണ്ടു നിർത്തി എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കുരുതി കൊടുത്തതാണ്. തോറ്റതെന്ന് ഞാൻ പറയില്ല, കുരുതി കൊടുത്തതാണ്. നമ്മളെ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ ചിലപ്പം അഗ്നിയിലേക്ക് തള്ളിയിടുമല്ലോ, അല്ലെങ്കിൽ പിന്നെ തെരുവിൽ നടക്കുന്ന വലിയൊരു പോർക്കളത്തിലേക്ക് നമ്മളെ ഒറ്റയ്ക്ക് തള്ളിയിടുമല്ലോ. അങ്ങനെ തള്ളിയിട്ട് സംഭവിച്ചതാണ് കെ ശൈലജ ടീച്ചർ. ഇല്ലെങ്കിൽ അവർ യാതൊരു സംശയവുമില്ലായിരുന്നു നിയമസഭയിൽ നിന്ന് എത്തിയെങ്കിൽ അവർ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരുന്നെങ്കിൽ പോലും ഈ പാർട്ടിക്ക് കുറച്ചുകൂടെ മെച്ചമുണ്ടായിരുന്നു. യെസ്. ഇനി BJP ജയിച്ച മണ്ഡലങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നിയമം തുടക്കം മുതൽ ലീഡ് നേടിയെങ്കിലും ഒരു വലിയ ലീഡിലേക്ക് പോയിരുന്നില്ല. എന്നാൽ അവസാനം വരെയും അത് നിലനിർത്തുവാൻ അതൊരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തിൽ ഈ UDF സുനാമി നടക്കുമ്പോൾ, LDF വിരുദ്ധ തരംഗം നടക്കുമ്പോൾ 3 താമര വിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അത്ഭുതമാണ്. അതെ, യാതൊരു വിധത്തിലും സാധ്യതയില്ല എന്നാണ് ഞാനൊരു പകുതി വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ വരെ ഒരു പക്ഷേ തോറ്റുപോകുമോ എന്ന് വിചാരിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ജയിച്ചു. അതുപോലെ തന്നെ കടകംപള്ളിയോട് ഇഞ്ചിനോടിഞ്ച് പോരാടി മുരളീധരൻ ജയിച്ചു. അതിനേക്കാൾ ഭംഗിയായിട്ട് ചാത്തന്നൂർ ഗോപകുമാർ വിജയിച്ചു. ഈ 3 വിജയങ്ങൾ നമുക്ക് പറയേണ്ടത് ഈ 102 തുരുത്തുകൾക്കിടയിൽ ഒരു 3 താമര തുരുത്തുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അതൊരു അത്ഭുതമാണ്. അങ്ങനെ ഒരു സാധനം ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ല ഈ സുനാമിക്കിടയിൽ. അത് സാധിച്ചത് ജനങ്ങളിൽ ഒരു 3ാം മുന്നണിക്കുള്ള ആ ഒരു അഭിവാഞ്ച പൂർണ്ണമായി നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കാൻ തന്നെ സാധ്യത കുറവായിരുന്നു. നമ്മൾ ആരും വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും ടോക്കിംഗ് പോയിന്റ് പരാമർശിച്ചു പോയ ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. നമ്മൾ പറയുകയും ചെയ്തു. അവിടുത്തെ BJP പ്രവർത്തകർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, മുഖ്യധാര മാധ്യമങ്ങൾ ചാത്തന്നൂരിൻ്റെ സാധ്യതകളെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ 9 മണ്ഡലങ്ങൾ പറഞ്ഞതിൽ 9-ൽ 5 എണ്ണമെങ്കിലും മിനിമം 4 ജയിക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് ചാത്തന്നൂരായിരുന്നു. അതെ, അപ്പോൾ ചാത്തന്നൂരിൽ BB ഗോപകുമാർ എന്ന നേതാവ് കഴിഞ്ഞ 2 പ്രാവശ്യമായി 2ാം സ്ഥാനത്ത് വരികയായിരുന്നു. അപ്പോൾ 3ാമത്തെ തവണ അദ്ദേഹത്തിന് വിജയം കടാക്ഷിച്ചു. ജനകീയനാണ്, ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ സാധിച്ചതെന്നാണ് വിലയിരുത്തൽ. സംശയമില്ല. അത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ 1, 2, 3 എന്നിങ്ങനെ അറ്റംപ്റ്റുകൾ നടത്തുമ്പോഴല്ലോ അതൊരു വലിയ ശക്തിയായിട്ട് പിന്നീട് വരും. നമ്മൾ ഒരു വിജയം ഒറ്റ തവണ കൊണ്ടുണ്ടാവില്ല. ഒരു പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള കൽപ്പടവാണെന്ന് പറയില്ലേ. കാരണം ഒരു തവണ പരാജയപ്പെടുമ്പോൾ ഒരുപാട് ഫോഴ്സുകൾ നമുക്ക് കിട്ടുകയാണ്. 2ാമതും പരാജയപ്പെടുമ്പോൾ കുറേ കൂടെ ശക്തി കിട്ടുകയാണ്. അത് 3ാമത്തെ വിജയത്തിനുള്ള പടിയായി മാറി എന്നുള്ളതാണ്. യെസ്. അതുപോലെ തന്നെ കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ കഴക്കൂട്ടത്ത് വളരെ ശക്തമായ മത്സരമാണ്. നമുക്കറിയാം, എല്ലാ തന്ത്രവും കുതന്ത്രവും അറിയാവുന്ന നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറ്റാവുന്ന രീതികൾ, പയറ്റാവുന്ന അടവുകൾ എല്ലാം പ്രയോഗിച്ചു. കടകംപള്ളി ഓതിരം ഘടകം പയറ്റിയ ഒരു ഇലക്ഷനാണ് ഇപ്പം നടന്നത്. ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സാക്ഷാൽ അയ്യപ്പ കോപം അവിടെ
ആഞ്ഞടിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇത് നഷ്ടപ്പെടില്ലായിരുന്നു. നമുക്ക് ദൈവവിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം ആവശ്യമാണ്. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഇല്ലാത്തവൻ പ്രകൃതി വിശ്വാസമെങ്കിലും വേണം. ഈ പ്രകൃതി ഒരു ശക്തിയാണെന്നെങ്കിലും വിശ്വസിക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ ജീവജാലങ്ങൾ, മനുഷ്യൻ ഒക്കെ ഒരു വലിയ ശക്തിയാണെന്നെങ്കിലും വിചാരിക്കാത്ത, അങ്ങനെ പ്രവർത്തിക്കാത്ത ഒരാൾക്ക് കിട്ടുന്ന തിരിച്ചടിയാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ അണികളിൽ, അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്ക്, കടകംപള്ളി സുരേന്ദ്രന് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചിലർ പോലും ഇത്തവണ അടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പല വോട്ടുകൾ പല വിധത്തിൽ ശേഖരിച്ചപ്പോഴും ചിലത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിതറിപ്പോയി എന്നുള്ളത് എനിക്കറിയാം. അത് അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അതെ, കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ കുറേ വലിയ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശത്രുക്കൾ പതിയിരുന്ന് പാതിരാത്രി പണിതതാണ് ഈ കഴക്കൂട്ടത്തെ പരാജയം. അല്ല, അവിടെ വളരെ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടന്നത്. വി മുരളീധരൻ 46 കഴിവുറവ് ഞാൻ പറയുന്നില്ല, വി മുരളീധരൻ ആയതുകൊണ്ടാണ് ഇന്ന് ജയിച്ചത്. അതെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അതായത് കഴക്കൂട്ടത്ത് ഇന്ന് വരെ ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രം ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളിയിലൂടെയാണ്. 96-ൽ 16-ൽ 21-ൽ ഒക്കെ ആയിട്ട് 3 തവണ അദ്ദേഹം വിജയിച്ചു. ഇത്തവണയും അദ്ദേഹം വിജയിച്ചേനെ. പക്ഷേ വി മുരളീധരൻ എന്ന നേതാവിൻ്റെ പയറ്റിത്തെളിഞ്ഞ പക്വതയാർന്ന പ്രവർത്തനം. അതെ, പക്വത എന്ന് പറഞ്ഞാൽ ഇത്രയും പക്വതയായിട്ട് വേറൊരു BJP നേതാക്കളെയും അത്തരത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സമചിത്തതയോടെ ഒരു നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് അവസാനം വരെ തോറ്റ് അവസാന ലാപ്പിൽ ഒരു ചെറിയ പുഷ് അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല നേതാവിനെയാണ്, ജനപ്രതിനിധിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. യാതൊരു സംശയവും അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കാര്യപ്രാപ്തിയും പ്രവർത്തന രീതിയും അതാണ്. ഈ വിരിഞ്ഞ 3 താമരകളും ഒരു 30 താമരയുടെ ഫലം ചെയ്യും. അതെ, ഇന്ന് കഴക്കൂട്ടത്തെ ആ സ്കോർ നോക്കുമ്പോൾ 46,564 വോട്ടുകൾ വി മുരളീധരൻ നേടിയപ്പോൾ കടകംപള്ളിയുടെ സ്കോർ 46,136 ശരത്ചന്ദ്ര പ്രസാദും അത്ര മോശമാക്കിയില്ല. 37,183 വോട്ട് അദ്ദേഹവും നേടി. അപ്പം വളരെ ഏറ്റവും ടൈറ്റ് ത്രികോണ മത്സരം എനിക്ക് തോന്നുന്നു കഴക്കൂട്ടത്താണ് നടന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷമാണ് നമ്മൾ നേമത്താണ് അവസാനം ഒരു നിയമത്തിന് കഴക്കൂട്ടത്തിന് മുൻപ് നേമത്തെ റിസൾട്ട് വന്നു. കഴക്കൂട്ടമാണ് ഏറ്റവും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോയത്. നേമത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നേമത്തും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ച് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമ്പോൾ അതിന് ഒട്ടേറെ മാനങ്ങളുണ്ട്. അത് BJP സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേയേറെ പോസിറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ BJPക്ക് ഇനിയും വളരാനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് തോന്നുന്നത്. അതായത് വലിയൊരു ഗോത ഇപ്പോൾ ബംഗാളിൽ നടന്നതുപോലെ ഒരു ഗോത ഇവിടെ ഇപ്പോൾ BJPക്കായി തുറന്നിട്ടിരിക്കുന്നു. അതെ, ഇടതുപക്ഷം ശോഷിച്ചത് BJPക്ക് വളരാൻ ഉള്ള മണ്ണാണ്, യാതൊരു സംശയവുമില്ല. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു ടീം ബിൽഡപ്പ് ചെയ്താൽ, അത് ടീം ബിൽഡപ്പിൻ്റെ കാര്യം എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം ഒരു ടീം വർക്കിൻ്റെ ഒരാളാണ്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ശൈലിയിലാണെങ്കിലും ടീം വർക്ക് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് ജനകീയമായിട്ട് കൂടുതൽ ഒരു ടീം വർക്കിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണെങ്കിൽ നല്ല നേതാക്കളെ വളർത്തിക്കൊണ്ടുവരും. BJPക്കുള്ള ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് അതാണ്. എടുത്ത് കാണിക്കാൻ കൊള്ളാവുന്ന 8-10 പ്രഗത്ഭരായ നേതാക്കളെ ഇന്നുള്ളൂ. അതുപോരാ, 140 മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന 140 ഗജവീരന്മാർ ഈ പാർട്ടിക്ക് വേണം. എങ്കിൽ മാത്രമേ 40-50 പേര് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളുള്ള കേരളത്തിൽ നിന്ന് ജയിച്ചു വരുള്ളൂ. കാരണം ഇവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷമാണ് എപ്പോഴും ഭൂരിപക്ഷത്തിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് വോട്ട് നേടുന്നത്. ഇത് BJP കേന്ദ്ര നേതാക്കൾക്കറിയാം. ഭൂരിപക്ഷം 50-51% ഉണ്ടെങ്കിൽ ആ 51%-നെ 3-4 വെട്ടിക്കീറി നിർത്താൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയാറുണ്ട്, കോൺഗ്രസ്സിന് കഴിയാറുണ്ട്. കോൺഗ്രസ്സിനല്ല, അത് UDFലെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന പലർക്കും കഴിയാറുണ്ട്. അതിൻ്റെ അപാകത BJPക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ആ അപാകത പരിഹരിക്കാൻ ബംഗാളിൽ എന്ത് തന്ത്രമെടുത്തോ, അതായത് ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും കൂടെ സംഘടിപ്പിക്കാൻ കഴിയുന്ന അന്നേ BJPക്ക് സെക്രട്ടേറിയറ്റിനകത്തൊരു താമര വിരിയിക്കാൻ കഴിയൂ. നിയമസഭയ്ക്കകത്ത് താമര വിരിക്കാൻ കഴിയും. സെക്രട്ടേറിയറ്റിനകത്ത് താമര വിരിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ തിയറി അവർ അപ്ലൈ ചെയ്തു. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാത്തിടത്തോളം കാലം
ഇത് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിൻ്റെ വിധിയെഴുത്ത് UDF അനുകൂലം. 102 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുന്ന UDF 2 ദിവസത്തിനകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അവർ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ജനങ്ങൾ കൂകി വിളിക്കും, അതിനുള്ള അവസരം ഒരുക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2, വലിയ വീഴ്ചയാണ് LDF-നുണ്ടായിരിക്കുന്നത്. ഈ വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാൽ അവർക്ക് നല്ലത്. BJP-ക്ക് 3 അംഗങ്ങളെ നിയമസഭയിൽ എത്തിക്കുവാൻ സാധിച്ചിരിക്കുന്നു, ചരിത്രത്തിലാദ്യമായി. ഈ വിജയത്തിൻ്റെ ആഹ്ലാദം അവർക്ക് തീർച്ചയായും ഉണ്ടാകും. പക്ഷേ അതിൽ മതിമറക്കാതെ ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടി മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കണം. അവർക്കതിന് കഴിയുമെന്നും അവർ അത് ചെയ്തിട്ടുണ്ട് എന്നും തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ മതിമറക്കില്ല അവർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാത്തിരിക്കാം. കേരളത്തിൽ ഇനി അങ്ങോട്ട് സംഭവബഹുലമായ ദിവസമായിരിക്കും. കാരണം ഒരു സർക്കാർ രൂപീകരണ വേളയാണ് ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുക. മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു വിഷയം അതിപ്പോൾ എയറിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ചർച്ച വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വക നൽകാതെ പരിഹരിക്കാൻ സാധിച്ചാൽ ആദ്യ ഹഡിൽ UDF വിജയകരമായി മറികടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും തിരഞ്ഞെടുപ്പാനന്തരം. പിന്നീടുള്ള കാര്യങ്ങൾ അതിന് പിന്നാലെ നേരെ ചൊവ്വേ നടന്നുകൊള്ളും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.